ഹായ് ഗൈസ്. അപ്പൊ കൊറേ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു, മേബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കൊറേ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയോന്നൊക്കെ. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. ഓഹോ, ആ തരത്തിലുള്ള ഫ്രോഡ് പണികൾ തന്റെ കയ്യിൽ മാത്രമല്ല കേശവൻകുട്ടിയുടെ കയ്യിലുണ്ടല്ലേ. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കൊറേ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അബി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തിൽ വിഷ്ണുവിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. ഒന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന കേട്ട് നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ നീ എന്നെ കളഞ്ഞിട്ട് പോ. ഞാനും വിഷ്ണുവിടെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല, ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. എടാ സാമദ്രോഹി, നിനക്ക് ചില്ലറ കടിയൊന്നും അല്ലല്ലടാ. ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് ഞാനിപ്പോ വീഡിയോ ഇട്ടത് കണ്ടിട്ട് ഇനി പാർട്ട് 2 എപ്പോഴാ, പാർട്ട് 3 എപ്പോഴാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ പാർട്ട് 2ഉം പാർട്ട് 3ഉം ഒന്നും ചെയ്യാൻ, എനിക്ക് അത് ഇനിയിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഓ സന്തോഷമായി. ഞാനും വിഷ്ണു ആ ഒരു പ്രശ്നത്തിൽ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു. ബട്ട് ഇപ്പൊ ബ്രേക്കപ്പ് അല്ല. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ഇനി എനിക്ക് കൂടുതൽ നിങ്ങളെ അടുത്തൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഒരു പരിപാടിക്ക് ഞാനില്ല, ഓൺലി എൻജോയ്മെന്റ്. പിന്നെ ഇനി കൂടുതലായിട്ട് എനിക്ക് ആരടുത്തും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനിയ നമുക്ക് ഇവിടുന്ന് പോയി, അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് സംഭവം നമ്മളെ കൈ നിൽക്കൂല. ഉള്ളതും കിട്ടിക്കൊണ്ട് പോണ. അപ്പൊ ഇറങ്ങട്ടെ മക്കളെ.